വാർത്തകൾ വിശദമായി നോക്കാം. വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലി CPIM-ൽ ഭിന്നത മുറുകുന്നു. ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ KK രാഗേഷിന്റെ വാദം ഏറ്റുപിടിക്കാതെയും തള്ളിക്കളഞ്ഞതും ഇതിനകം പ്രതികരിച്ചത് 3 മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. വിമർശനം ഉന്നയിക്കുമ്പോൾ രാഗേഷിന് കൃത്യത വേണമെന്നാണ് PK ശ്രീമതിയുടെ പ്രതികരണം. അതേസമയം ഇന്നലെ EP ജയരാജനും KK ശൈലജയും ഉന്നയിച്ച് ഭിന്നസ്വരം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെ പരോക്ഷമായി തള്ളുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഴിഞ്ഞം വിവാദ വിഷയമാക്കേണ്ടെന്നും ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞത്തിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിൽ തെറ്റൊന്നും കാണാനാവില്ല, അത് സർക്കാർ മാറിയപ്പോഴുള്ള സ്വാഭാവിക നടപടിയെന്നും EP ജയരാജനും KK ശൈലജയും ഇന്നലെ പറഞ്ഞത് CPIM-ലെ പതിവുകൾക്ക് വിരുദ്ധമായിരുന്നു. ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി കൂടി ആ നിരയിലേക്ക് ചേർന്നിരിക്കുന്നു. അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. അതിൽ ഇന്നിന്ന കാരണങ്ങളാൽ ആണ് എന്നുള്ളത് അത് പറയണം. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്നുള്ള മട്ടിലേക്ക് എത്തിപ്പോകും. ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD പദവിയിൽ നിന്ന് മാറ്റിയത് സർക്കാർ മാറിയപ്പോഴുള്ള സ്വാഭാവിക നടപടിക്രമം. അതിൽ ദുരൂഹതയുണ്ടെന്ന് ധ്വനി നൽകി കൂടുതൽ പറയാനില്ലെന്ന് പറഞ്ഞൊഴിയാതെ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് രാഗേഷ് എതിർപ്പിന്റെ കാരണം വിശദമാക്കട്ടെ എന്ന നിലപാടിലൂടെ PK ശ്രീമതിയും പറഞ്ഞുവെച്ചത്. ഭാഷ മയപ്പെടുത്തിയെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതെയാണ് KK ശൈലജയുടെയും പ്രതികരണം. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, കൃത്യനിഷ്ഠയോടെ നടക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് EP-യും പറഞ്ഞത്, അതിനെയാണ് ഞങ്ങളെല്ലാം പറയുന്നത്, അതാണ് പാർട്ടിയും പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. അതേ നിലപാട് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഇന്നും ആവർത്തിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നുയർന്ന ഭിന്നസ്വരങ്ങളെ പരോക്ഷമായാണെങ്കിലും തള്ളിക്കളയുന്നു. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം കടൽക്കൊള്ള തന്നെയാണ്. സുതാര്യതയെപ്പറ്റി സംസാരിക്കുന്ന മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കാത്തതുകൊണ്ട് തന്നെ സംശയങ്ങൾ ബലപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചതും ദിവ്യ എസ് അയ്യരെ നീക്കിയതും അദാനിയെ സഹായിക്കാനല്ലേ എന്ന ചോദ്യം മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ പറയുന്നു. അതായത് പരസ്പര വിരുദ്ധമായ രണ്ടഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വവും ഒരു വിഭാഗം നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. CPIM രാഷ്ട്രീയത്തിൽ ഒരു പതിവില്ലാത്ത സന്ദർഭം സജീവമാകുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ തുറന്ന വിയോജിപ്പുമായി കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളാണ് കൂട്ടത്തോടെ എത്തുന്നതെന്നതും ശ്രദ്ധേയം. സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് പാർട്ടി രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നത് എന്തിനെന്ന ചോദ്യം അണികളും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.